ഒരിക്കൽ ലോകപ്രശസ്തനായ സുവിശേഷകൻ ഡി.എൽ. മോഡി ഒരു ക്രൂസൈഡിൽ പ്രസംഗിക്കുകയായിരുന്നു. അന്നത്തെ അദ്ദേഹത്തിന്റെ പ്രസംഗം ഏറെ ശക്തമായിരുന്നു. ആ യോഗം കഴിഞ്ഞ് താൻ സ്റ്റേജിൽ നിന്നും താഴേക്ക് ഇറങ്ങുമ്പോൾ പെട്ടെന്ന് ഒരു മനുഷ്യൻ മോഡിയെ എതിരേറ്റു ചെന്നു. അദ്ദേഹത്തോട് പറഞ്ഞു, ഡി.എൽ. മോഡി, ഇന്നത്തെ താങ്കളുടെ പ്രസംഗം ഏറെ മനോഹരമായിരുന്നു. താങ്കളെപ്പോലെ ഒരു പ്രസംഗകനെ ഞാൻ കണ്ടിട്ടേയില്ല. പെട്ടെന്ന് ഡി.എൽ. മോഡി ആ മനുഷ്യനെ നോക്കി ഇങ്ങനെ പറഞ്ഞു, നിങ്ങളെയും ചേർത്ത് രണ്ടാമത്തെയാളാണ് ഇന്നത്തെ എന്റെ പ്രസംഗത്തെ പ്രശംസിക്കുന്നത്. എന്നാൽ തനിക്ക് മുമ്പായി ആരും മോഡിയുടെ അടുക്കൽ പോകുന്നത് ഈ മനുഷ്യൻ കണ്ടില്ല. അതുകൊണ്ട് ആശ്ചര്യത്തോടെ അദ്ദേഹം ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ഒന്നാമതായി നിങ്ങളെ പ്രശംസിച്ചത് ആരാണ്? പെട്ടെന്ന് മോഡി പറഞ്ഞു, ഞാൻ ഈ പ്രസംഗം അവസാനിപ്പിച്ചപ്പോൾ തന്നെ സാത്താനിന്റെ അടുക്കൽ വന്നു എന്റെ ചെവിയിൽ പറഞ്ഞു, ഡി.എൽ. മോഡി, നിങ്ങളുടെ ഇന്നത്തെ പ്രസംഗം ഏറെ നന്നായിരുന്നു. അതായിരുന്നു ഞാൻ കേട്ട ഒന്നാമത്തെ പ്രശംസ. മോഡി ഒരിക്കലും ആ മനുഷ്യനെ അവഹേളിക്കുവാൻ ആഗ്രഹിച്ചിരുന്നില്ല. പക്ഷെ അമിതമായ പ്രശംസ അഹങ്കാരം നാശത്തെയും കൊണ്ടുവരുമെന്ന് മോഡിക്ക് നന്നായി അറിയാമായിരുന്നു. നാം കേൾക്കുന്ന എല്ലാ പ്രശംസയും അവരുടെ ആത്മാർത്ഥതയിൽ നിന്ന് വരുന്നതാകണമെന്നില്ല. അതൊരു പക്ഷേ നമ്മെ തകർക്കുവാനുള്ള പിശാചിന്റെ കെണിയാകുവാനും സാധ്യതയുണ്ട്. നാം നമ്മെക്കുറിച്ച് കേൾക്കുന്ന മോശമായ വർത്തമാനങ്ങളെ അവഗണിക്കുന്നത് പോലെ തന്നെ നാം കേൾക്കുന്ന പ്രശംസകൾക്കും അർഹിക്കുന്ന പരിഗണന മാത്രം കൊടുക്കുന്നതാകും ഏറെ ഉത്തമം. കാരണം ബൈബിൾ പറയുന്നു, അവൻ താഴ്മയുള്ളവനെ കടാക്ഷിക്കുന്ന ദൈവമാണ്. ദൈവം നമ്മെ ഏൽപ്പിച്ച ശക്തമായ നിയോഗങ്ങളിൽ നിന്നും ഒരു പ്രശംസകളും നമ്മെ അകറ്റാതിരിക്കട്ടെ. God bless you. Amen and amen.